രാജരാമജീവനെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പേരെഴുതി ഉപ്പുവെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹങ്ങളും നിഷ്പ്രയാസം സാധിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യമാണ്. എന്നാൽ ഈയൊരു കാര്യം ചെയ്യേണ്ടതിന് ചില സമയക്രമങ്ങളും കൃത്യമായ രീതികളുമുണ്ട്. കാരണം ഇത് 100% നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഫലപ്രാപ്തിയിൽ എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇത് മക്കളുടെ ഉയർച്ച കാണുന്ന മാതാപിതാക്കൾക്കും ചെയ്യാം. അതുപോലെ തന്നെ സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളവർക്കും ചെയ്യാം. സാമ്പത്തിക നേട്ടം ആഗ്രഹിക്കുന്നവർക്കും ചെയ്യാം. ബന്ധങ്ങളിലെ ഒത്തുചേരലിൽ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെ ഏത് തരത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ഇത് ചെയ്താൽ ഉറപ്പായും അത് സാധിച്ചു കിട്ടും. അതിൽ ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളാകാം. അതുമല്ലെങ്കിൽ കടബാധ്യതകളിൽ നിന്നുള്ള മുക്തിയാകാം. അതുമല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളിൽ നിന്നുള്ള പരിഗണനയാകാം. അതുമല്ലെങ്കിൽ ഒരു നല്ല ജോലിയോ കുടുംബത്തിൻ്റെ ഉയർച്ചയോ അങ്ങനെ എന്തുമാകാം. ഇതെല്ലാം നേടിയെടുക്കുന്നതിനായി ഈ ഒരു കാര്യം ചെയ്യേണ്ട കൃത്യമായ രീതികളെപ്പറ്റിയും സമയത്തെപ്പറ്റിയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം വിശദമായി അറിയാൻ പോകുന്നത്. ഈ ഒരു കാര്യം ചെയ്യാനായി വേണ്ട രണ്ട് വസ്തുക്കൾ എന്ന് പറയുന്നത് കല്ലുപ്പും വെള്ളവുമാണ്. ശുദ്ധമായ ജലവും കല്ലുപ്പുമാണ്. കല്ലുപ്പ് എന്ന് പറയുന്നത് എല്ലാവിധ നെഗറ്റീവ് ഊർജത്തെ അകറ്റി നിർത്തുന്നതും പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കുന്ന ഒരു വസ്തുവും കൂടിയാണ്. അതുമാത്രമല്ല ലക്ഷ്മി ദേവിയുടെ പ്രതീകമായും കല്ലുപ്പ് കണക്കാക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല ആളുകളും കുളിക്കുമ്പോൾ കല്ലുപ്പ് കലർത്തി കുളിക്കുന്നതും അതുപോലെ തന്നെ വീടിനകവും വൃത്തിയാക്കുന്നതിനായി കല്ലുപ്പ് കലർത്തിയ വെള്ളം തെളിക്കുന്നതുമൊക്കെ. കാരണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഉള്ള എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും പോയി അവിടെ പോസിറ്റീവ് ഊർജം വന്നു ചേരുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഇതിനായി പൊടിയുപ്പ് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. കാരണം ഇപ്പോൾ പാക്കറ്റുകളിൽ കൊണ്ടുവരുന്ന പൊടിയുപ്പുകളിൽ വളരെയധികം മായം കലർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് സത്യം. അതുകൊണ്ട് തന്നെ പൊടിയുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശുദ്ധമായ കല്ലുപ്പും അതുപോലെ തന്നെ ജീവൻ്റെ തന്നെ ആധാരവും തുടിപ്പുമായ ശുദ്ധമായ ജലവും ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുക. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപായി നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹത്തെ തീരുമാനിച്ച് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ വളരെ നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു കർമ്മം ചെയ്യുക. അതായത് നിങ്ങൾക്ക് കാര്യസാധ്യം നടക്കേണ്ടതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ആ ഒരു ജോലി സ്വപ്ന ജോലി കിട്ടാനായി ഉറപ്പായും അത് കിട്ടുക തന്നെ ചെയ്യും. ഇനി അതല്ലാതെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കളുടെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിനു വേണ്ടിയും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ നാളെ നടക്കുമെങ്കിൽ അത് ഈ ഒരു കർമ്മം ഇന്ന് ചെയ്യുക. അങ്ങനെ ആ ഒരു ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഈ ഒരു കർമ്മം ചെയ്യുക. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ ഇരിക്കുന്ന സ്ഥലത്തിനും നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളെ എല്ലാം ഏകാഗ്രതയോടു കൂടി വയ്ക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം ഈ ഒരു കർമ്മം ചെയ്യുവാൻ. അതായത് നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിലോ ഏതെങ്കിലും ഒരു ഭാഗത്തോ നിങ്ങളുടെ
ഏകാഗ്രതയെ നശിപ്പിക്കുന്ന ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തിരുന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് മറ്റുള്ള ഒരു ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരാതെ ബാഹ്യ ചിന്തകളെല്ലാം തന്നെ അകറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതിനാണ് നിങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഈ ഒരു സമയത്ത്. ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹത്തെ മാത്രം മനസ്സിൽ ഏകാഗ്രതയോടുകൂടി ചിന്തിച്ച് ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായി നടന്നിരിക്കും. ഇനി നിങ്ങൾ ഇത് ചെയ്യേണ്ട സമയത്തെ പറ്റിയാണ്, ടൈമിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിലും വൈകുന്നേരം വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നാൽ സന്ധ്യയ്ക്ക് 6 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് ശേഷം 6 മണി, അത് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഇത് ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീടിൻ്റെ ഒരു ശാന്തമായ ഭാഗത്ത് ഇരുന്ന് ഒരു മെഴുകുതിരിയോ അല്ലെങ്കിൽ ഒരു ചെറിയ വിളക്കോ കത്തിച്ച് വയ്ക്കുക. മെഴുകുതിരി കത്തിക്കുമ്പോൾ ഏത് നിറത്തിലുള്ള മെഴുകുതിരിയും നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. കാരണം തീനാളവും ദീപവുമെല്ലാം നെഗറ്റീവ് ശക്തികളെ അകറ്റി നിർത്തുകയും കൂടുതൽ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. ഇനി ഇതൊന്നുമില്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പവുമൊന്നുമില്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തെ നിങ്ങളുടെ ചിന്തയിലേക്ക് പൂർണ്ണമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശ്വാസം അകത്തേക്ക് വലിച്ച് സാവധാനം പുറത്തേക്ക് വിടുകയും അതോടൊപ്പം തന്നെ പ്രപഞ്ചശക്തിയെയും യൂണിവേഴ്സൽ ട്രൂത്തിനെയും അതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെയും മനസ്സിൽ ധ്യാനിക്കുക. അതിനുശേഷം ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ നീല മഷി കൊണ്ട് നിങ്ങളുടെ പേര് എഴുതുക. ഈ പേരെഴുതിയതിൻ്റെ തൊട്ട് താഴെയായി നിങ്ങൾക്ക് ഇപ്പോൾ നടന്നു കിട്ടേണ്ട ഏതൊരു ആഗ്രഹമാണോ അത് കുറിക്കുക. ഇത് എഴുതുമ്പോൾ കാര്യം നടന്നു എന്ന രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല. അതായത് നാളെ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണ് നടക്കേണ്ടത് അത് കിട്ടണമെന്ന് തന്നെയുള്ള രീതിയിൽ എഴുതുക. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കടമായി വാങ്ങിയ ഒരു 5000 രൂപ നാളെ കൊടുക്കുവാനുണ്ടെങ്കിൽ അത് നാളെ തന്നെ കൊടുത്തീർക്കാൻ ഉണ്ടാവണം എന്ന് തന്നെ വേണം നിങ്ങൾ എഴുതുവാൻ. അപ്രകാരം നിങ്ങൾക്ക് എന്താണോ ആഗ്രഹമുള്ളത് അത് ഇതുപോലെ നിങ്ങളുടെ പേരിന് താഴെയായി എഴുതിയതിന് ശേഷം ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ് എടുക്കുമ്പോൾ അത് ചില്ലുകൊണ്ടുള്ള ഗ്ലാസ് ആകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ ചില്ലു ഗ്ലാസ്സിലുള്ള വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ എഴുതിയ ആഗ്രഹവും നിങ്ങളുടെ പേരിൻ്റെ കൂടെ എഴുതിയ ആഗ്രഹമുള്ള ആ കടലാസ് മടക്കിയിട്ട് അതിലേക്ക് ഇട്ട് വയ്ക്കുക. അതൊരു രാത്രി മുഴുവൻ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേ ദിവസം മാത്രമാണ് അതെടുത്ത് കളയാൻ പാടുകയുള്ളൂ. അത് മറ്റുള്ളവർ തട്ടാത്ത രീതിയിലും കാണാത്ത രീതിയിലുമായി മാറ്റിവെക്കുക. പിറ്റേ ദിവസം രാവിലെ അതെടുത്ത് കളയുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടും എന്ന് തന്നെയാണ് പറയാനായി സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.